ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിഷുദിനമായിട്ട് എല്ലാവരും ചേർന്ന് പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മല്ലികയ്ക്കാണെങ്കിൽ അതങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും അവരുടെ സന്തോഷം ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു പാര വെക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നേരെ ചെന്ന് വസുന്ധരയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം കണ്ടോ, അവിടെ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു, മാത്രമല്ല രാഹുലൊക്കെ നിൽക്കുന്ന സന്തോഷത്തോടെ നിന്ന് പൂത്തിരി കത്തിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം വസുന്ധര പറയുന്നുണ്ട്, അതിനെന്താ കുഴപ്പം, മേഡം തന്നെ അല്ലേ മുന്നേ പറഞ്ഞിട്ടുള്ളത് ജോലിയും കൂലിയും ഇല്ലാത്ത രാഹുലിനെ ഇങ്ങോട്ടേക്ക് ഒരിക്കലും അടുപ്പിക്കില്ലെന്നല്ലേ പറഞ്ഞത്. താണ്ട ഇപ്പം അഞ്ജുവും രാഹുലും കൂടെ നല്ല സന്തോഷത്തിൽ നിൽക്കുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞാൽ എന്നും സന്തോഷത്തോടെ ജീവിക്കണം, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീടാണെങ്കിൽ വിവേകിനും വർഷയ്ക്കും എതിരെ പാര പണിയാൻ ശ്രമിക്കുന്നുണ്ട്. മാഡത്തിന് ശിവനന്ദയും വിവേകും കൂടി വിവാഹം കഴിക്കുന്നതല്ലേ ഇഷ്ടം. താണ്ട വർഷയും വിവേകും ഇപ്പം വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല വിവേകാണെങ്കിൽ ഏത് സമയവും വർഷയുടെ കുഞ്ഞിനെ നോക്കി ഒരു ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിൽ തന്നെ ഒതുങ്ങാനാണ് പ്ലാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് വസുന്ധരയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. വസുന്ധര പറയുന്നുണ്ട്, അതൊരിക്കലും ശരിയാവില്ല, കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയല്ല ഞാൻ അവനെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയെന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. അങ്ങനെ വർഷയും വിവേകിനെയും വസുന്ധര വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് വർഷയോടും വിവേകിനോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി ഈ കുഞ്ഞിനെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവരൊന്ന് പകച്ചു നോക്കി നിൽക്കുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഏതെങ്കിലും സ്കൂളിലാക്കണം, കുഞ്ഞ് പഠിക്കാൻ പോകുന്ന സമയത്ത് വർഷയ്ക്ക് ഡ്യൂട്ടിക്ക് പോവാം, മാത്രമല്ല ആ സമയത്ത് വിവേകിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു സ്കൂളിലാക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് കുഞ്ഞിനെ സ്കൂളിലാക്കാൻ തീരുമാനിക്കുന്നുണ്ട്. പിറ്റേന്ന് വർഷയും വിവേകും കുഞ്ഞിനെയും കൊണ്ടൊരു സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിൽക്കുന്ന ടീച്ചർ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് വിവേക് എന്നായതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ പേര് ആർച്ച വിവേക് എന്ന് ഇടട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വിവേക് കയറി പറയുന്നുണ്ട്, ആർച്ച വിവേക് എന്ന് ഇട്ടാൽ മതി എന്നും പറഞ്ഞ് ഫോമെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് വിവേക് പോകുന്നുണ്ട്. അത് കേൾക്കുന്ന വർഷയ്ക്കാണെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. താൻ എങ്ങനെയാണോ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ വിവേകും കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കാണുമ്പം വർഷയ്ക്ക് വിവേകിനോടുള്ള സ്നേഹം ഇരട്ടിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് വർഷ പറയുന്നുണ്ട്, ഇന്നലെ വിഷുദിനത്തിൽ ഞാൻ പറയാൻ ഇരുന്ന കാര്യം ഞാൻ ഇപ്പോൾ തുറന്നു പറയുകയാണ്, എനിക്ക് വിവേകിനെ വളരെയധികം ഇഷ്ടമാണ്, എനിക്ക് വിവേകിനെ കിട്ടിയത് വളരെയധികം ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവേകിൻ്റെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന വിവേകിനാണെങ്കിൽ വളരെയധികം സന്തോഷമാകുന്നുണ്ട്. വർഷയുടെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാനായിട്ട് വിവേക് കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ വർഷയുടെ വായിൽ നിന്ന് അങ്ങനൊരു വാക്ക് കേൾക്കുന്ന സമയത്ത് വിവേകിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ഇനി അവരുടെ സന്തോഷ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.